ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ടാറ്റ മോട്ടോഴ്സിലൊരു ഓർഡർ എടുക്കാൻ പോവാണ്. 30 ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ബൈ ഓർഡർ സക്സസ്ഫുള്ളി, ഓർഡർ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഒരു അറൗണ്ട് ഒരു 4 രൂപ 3 രൂപ ലോസിലാണ് പ്രോഫിറ്റ് ലോസ് എൻ്റർ ആയിട്ടുള്ളൂ. എൻ്റെ ലുക്കിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഒരു മുകളിലോട്ട് പോകുന്ന തന്നെയാണ്. നോക്കാം. മാർക്കറ്റ് കയറുന്നുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ല. അറൗണ്ട് 7 രൂപ 13 രൂപേൻ്റെ അടുത്ത് പ്രോഫിറ്റിലാണ് ഇപ്പോൾ. നമുക്ക് സ്റ്റോപ്പ് ലോസ് അറൗണ്ട് 938.50 നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാം. നമ്മൾ സ്റ്റോപ്പ് ലോസ് എങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം. സ്റ്റോപ്പ് ലോസ് വെച്ചിരിക്കുന്നത് ഞാനിപ്പോൾ 938.50 എൻ്റെ ഒരു ഊഹപ്രകാരം മാർക്കറ്റ് അറൗണ്ട് ഒരു 950 വരെയെങ്കിലും പോകുമെന്നാണ് എൻ്റെ ഒരു അറൗണ്ട് ഒരു പ്രോഫിറ്റ് ലോസ് ഇല്ല എന്നുള്ളൊരു ലെവലാണ് നിൽക്കുന്നത്. ഞാൻ ബൈ ചെയ്ത് 941-45 ബൈ ചെയ്തത് 30 ക്വാണ്ടിറ്റി. ഇപ്പോൾ ഓർഡേഴ്സിൽ കാണാം. വെയിറ്റ് ചെയ്യാം. 938.50 ഞാൻ സ്ക്വയർ ഓഫ് ചെയ്യും, സെല് ചെയ്യുന്നതായിരിക്കും. അറൗണ്ട് ഒരു 15 രൂപ പ്രോഫിറ്റിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് നാളെയാണ് ഇലക്ഷൻ റിസൾട്ട് വരുന്നത്. അപ്പോൾ ഒന്ന് മാർക്കറ്റ് ഇന്നലെ തന്നെ ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു ഏത് ജയിക്കുക എന്നുള്ളതിൻ്റെ ഒരു ഗസ്സിങ് കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് മാർക്കറ്റ് ഓവറോൾ ബുള്ളിഷ് ട്രെൻഡാണ്. ഗ്യാപ്പ് അപ്പിലാണ് നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയൊക്കെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. സെൻസസും അറൗണ്ട് ഗ്യാപ്പ് അപ്പാണ്. എല്ലാം ബുള്ളിഷാണ്, ഭയങ്കര ബുള്ളിഷിലാണ് മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നോക്കാവുന്നതാണ്. ബുള്ളിഷ് ട്രെൻഡാണ് ഇപ്പോഴും കാണിക്കുന്നത്, പക്ഷെ മാർക്കറ്റ് കയറുന്നില്ല. റെഡ് ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല, നമ്മുടെ സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്യും. ലോസിലാണ് അറൗണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് പ്രോഫിറ്റ്. നമ്മൾ പ്രോഫിറ്റിലാണ് എൻഡ് ചെയ്തത്. ഒരു 118.50 പ്രോഫിറ്റിലാണ്, 118 രൂപ അറൗണ്ട് പ്രോഫിറ്റിലാണ് നമ്മൾ എക്സിറ്റ് ചെയ്തത്.